ടെലിഫോൺ ലൈൻ തുടരുക. ഈ വിഷയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നിരവധി പേർ പ്രതികരണത്തിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട്, തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീ തോമസ്, ഈ വിഷയം ഞങ്ങൾ വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. ശാശ്വത പരിഹാരത്തിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്? നിലവിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ എയിനെ വിളിച്ചു കഴിഞ്ഞാൽ ചില നേരത്ത് ഫോൺ എടുക്കും. കാരണം ഇന്ദിരാനഗർ കരിയിൽ ഭാഗത്തോട്ടാണ് വെള്ളം എത്താത്തത്. ഈ ടി വിയിലെ ആ ശബ്ദം ഒന്ന് കുറയ്ക്കണം. നിലവിലെ കുടിവെള്ളമാണ് തുതിയൂരത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ വെള്ളം എന്തായാലും ഇവിടെ വന്നില്ല മെയിനായിട്ട്. അപ്പൊ നമ്മൾ എയിനെ വിളിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസങ്ങൾ വന്നോണ്ടിരുന്ന വെച്ചാ ഇപ്പൊ ഇന്നലെ വെള്ളം കിട്ടിയില്ല. ആളുകൾ 500 രൂപയും 400 രൂപയൊക്കെ കൊടുത്താണ് വെള്ളം അടിക്കണത്. ഇന്ദിരാനഗർ കരിയിലാണ് വെള്ളം കിട്ടാത്തത്. തുതിയൂര് പള്ളിയുടെ അവിടെ വരെ വെള്ളം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പാലം പൊളിച്ചിട്ടുണ്ട്. പാലം പൊളിച്ചെങ്കിലും അത് ഇപ്പൊ ചെയർപേഴ്സന്റെ ഡിവിഷനിലാണ് പൊളിച്ചേക്കണത്. പക്ഷെ അത് ഉദ്യോഗസ്ഥരുടെ കഴിവേട് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. നടുക്കൊരു സാധനം പില്ലർ വന്ന് വെച്ച് അപ്പൊ വേസ്റ്റ് വന്ന് ബ്ലോക്ക് ആയേക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ സൈഡിൽ ഇപ്പൊ നടപ്പാലം ഞങ്ങൾ തന്നെയാണ് പണിതത്. ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ഞങ്ങൾ കുറച്ച് പേര് കൂടിയാണ് പണിതത്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ വേറെ കാര്യം ബസ് സർവീസാണ്. ബസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അപ്പൊ ഒരു KSRTC ബസ് അനുവദിക്കണമെന്നുള്ള ഞങ്ങളിപ്പോ MLA-ക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാർഡ് സഭയിലും വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുനിസിപ്പാലിറ്റി റെഡിയാക്കാന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, എന്തായാലും ആ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോമസ് പറയുന്നത്.